ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ആസ് യൂഷ്വൽ ബിഗ് ബോസ് സീസൺ 7 മലയാളം ഡേ 22 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. അതിൽ മെയിനായിട്ടൊരു കാര്യമായിരുന്നു, അവർക്കൊരു മെയിൻ ടാസ്ക് കൊടുത്തിരുന്നു, സർവാധികാരി എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്. അപ്പോൾ അതിനകത്ത് 3 ടാസ്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് ഒരു ഡിബേറ്റ് ആയിരുന്നു. അത് എനിക്കൊന്നിനും എപ്പിസോഡിനകത്ത് അത് കാണിച്ചിട്ടില്ല. ജസ്റ്റ് അതിനകത്ത് ആരൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടാസ്കിനകത്ത് നമ്മൾ കണ്ടു, സെക്കൻഡ് ടാസ്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അവസാനം 3 പേരുള്ള ടീമിനകത്ത് ഒരാളുടെ ഫോട്ടോ കത്തിച്ചിട്ട് അയാളെ പുറത്താക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു അതിനകത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അനുമോളിൻ്റെ ഫോട്ടോ കത്തിക്കുന്ന സമയത്ത് അനുമോൾ ആവശ്യമില്ലാതെ വീണ്ടും കരയുന്ന പോലെ ഒരു തോന്നി. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഗെയിമിൻ്റെ പാർട്ടാണ്. ഇപ്പം അനുമോൾ അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരച്ചിൽ. പക്ഷെ അതും ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. കാരണം അല്ലെങ്കിൽ ആരും ആരുടെ ഫോട്ടോയും വെറുതെ കത്തിക്കില്ലല്ലോ. അപ്പോൾ അതും ഒരു ആവശ്യമില്ലാത്തൊരു കരച്ചിൽ പോലെ എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേർഡ് ടാസ്ക് ഒരു വടംവലിയായിരുന്നു. അപ്പോൾ ഈ വടംവലിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും നന്നായി ചെയ്തു. പിന്നെ കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് ഈ പറഞ്ഞ പോലെ നവീനും ജിസൈലിൻ്റെ ഭാഗത്തുള്ളത് കാരണം അവർ ജയിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് 2 പേർക്കും സർവാധികാരി എന്നുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവരായിരുന്നു സർവാധികാരിയായിട്ട് അവസാനം ആ ഹൗസിനകത്ത് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിനകത്ത് ഇഷ്ടംപോലെ അവർക്ക് നല്ല നല്ല ബെനിഫിറ്റ്സ് ഈ ഒരു വീക്കിൽ ഉണ്ടാവുമായിരിക്കും. കാരണം ഇന്നലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടത് എലിമിനേഷൻ സമയത്ത് ആർക്കൊക്കെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ടാസ്ക് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരത് ബുദ്ധിപൂർവ്വം തന്നെ കൊടുക്കുകയും ചെയ്തു പല ആൾക്കാർക്കും. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് 2 പേർക്കും കിട്ടിയത് ഹൗസിലുള്ള ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പോലെ എനിക്ക് തോന്നി അവസാനമാകുമ്പോഴേക്കും. പിന്നെ അത് കഴിഞ്ഞ് അവർ ബുദ്ധിപൂർവ്വം അത് കളിക്കുകയും ചെയ്തു. ആർക്കൊക്കെ നോമിനേഷൻ വന്നിട്ടുണ്ട്, എന്താ പറയുക, ആരൊക്കെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്കൊരു പവറായിട്ട് അവരുടെ ഡിസിഷൻ പോലെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവരത് നന്നായി ചെയ്ത് കുറച്ച് പേർക്ക് അവർ കൊടുത്തു. നന്നായിട്ട് ആ ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി നമ്മൾ കണ്ടു. കുറച്ച് ഒരു 4-5 പേര് നോമിനേഷനിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നവീൻ നന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, നവീൻ ആ പവർ നന്നായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തോന്നി. കാരണം പല ഡിസിഷൻ മേക്കിങ്ങിലും നവീൻ കുറച്ചും കൂടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങോ അല്ല നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നി. ജിസയിലുണ്ട്, എന്നാലും നവീൻ കുറച്ചും കൂടെ കൂടുതലും ഈ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി, സർവാധികാരി എന്നുള്ള ആ ഒരു ഇതിനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കിച്ചൺ ടീമായിട്ട് ചെറിയൊരു ഇഷ്യൂ കണ്ടു. കാരണം ഇവർക്കുള്ള ഫുഡ് ആദ്യം എന്താ പറയുക, ഈ കിച്ചൺ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാനിശരത്ത് ആദ്യം റനേനെ അവിടെ കൊണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരാരും എന്താ പറയുക, റനേനായിട്ട് ഒരു സഹകരണം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റന അവിടെ നിന്ന് പോകുന്നതും, പിന്നെ ഇവർക്കുള്ള ഈ സർവാധികാരികൾക്കുള്ള ഭക്ഷണം മാത്രം റന ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടായിട്ട് പിന്നെ അവസാനം ചെറിയ കുറേ ഇഷ്യൂസ് എല്ലാം കണ്ടു. പിന്നെ അതിന് ശേഷം ഇവർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അനുമോള് ഞാൻ ഉണ്ടാക്കിയ കറിയാണ്, അത് അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതൊക്കെ കണ്ടു. ശരിക്കും അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നി. കാരണം ഭക്ഷണം ഇവരെന്നെ പറഞ്ഞു അത് എല്ലാവർക്കും ഉണ്ടാക്കുന്ന കറിയാണ്, ചെറുതായിട്ടൊരാൾക്കൊന്ന് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും എനിക്ക് തോന്നില്ല. അപ്പോഴേക്കും അനുമോള് കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആവശ്യമില്ലാത്ത കുറേ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും അപ്പാനി വന്നിട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. കിച്ചൺ ടീമിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പോഴേക്കും വീണ്ടും അവിടെ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈത്യ അതിൻ്റെ ഇടയ്ക്ക് പോയി കരയുന്നുണ്ട്. എനിക്കൊന്ന് അനുമോളുടെ ഒപ്പം നടന്ന് ശൈത്യ അവസാനം കരയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ബിഗ് ബോസിൽ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ കാര്യം നമ്മൾ ഇന്നലെ കണ്ടത്, ഇനി മുതൽ ആതിരയും നൂറിയും 2 കണ്ടസ്റ്റൻ്റാണ്, സെയിം കണ്ടസ്റ്റൻ്റ് അല്ല. അത് ഏറ്റവും നല്ല ഒരു ഡിസിഷൻ ബിഗ് ബോസ് എടുത്ത പോലെ എനിക്ക് തോന്നി. കാരണം ആതിരയും നൂറിയും എടുക്കുന്ന അവർ ഒരുമിച്ചാണെങ്കിലും പല സമയത്തും ആതിരയാണ് എന്താ പറയുക ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് നൂറിനെക്കാട്ടിലും എനിക്ക് തോന്നി. കാരണം നൂറ് കുറച്ചും കൂടെ ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ പലവിടെയും നിൽക്കുകയാണെങ്കിലും അത്ര വലിയൊരു ഡിസിഷൻ അങ്ങനെ സംസാരിക്കേണ്ടവിടെ സംസാരിക്കുന്നില്ലെങ്കിലും നൂറയുടെയും കൂടെ ആതിരയാണ് പറയുന്നത് എനിക്ക് തോന്നി. അപ്പോൾ 2 പേരും 2 കണ്ടസ്റ്റൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആർക്ക് വോട്ട് കിട്ടും എന്നൊക്കെ ഭയങ്കര കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നലെ വേറൊരിത് കണ്ടത്.
പിന്നെ ഈ കിച്ചൺ ടീമിൻ്റെ ഇത് കണ്ടു. പിന്നെ ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ചെറിയ ചെറിയ ഫൈറ്റും ഇഷ്യൂസും. എനിക്ക് തോന്നുന്നു അനീഷ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അനീഷിനെ സെലക്ട് ചെയ്തില്ല സർവാധികാരി എന്നുള്ള ഫസ്റ്റ് ഡിബേറ്റിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അനീഷിൻ്റേതായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ ആരും സെലക്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷിനെ അവിടുന്ന് സെലക്ട് ചെയ്താൽ പോലും സെക്കൻഡ് റൗണ്ടിൽ മോസ്റ്റ്ലി അനീഷിനെ ആൾക്കാർ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് ഗ്രൂപ്പ് കളിച്ചിട്ട്. അപ്പോൾ അതിൽ നല്ലത് അനീഷ് പറഞ്ഞ പോലെ ഫസ്റ്റ് നിന്ന് ഔട്ട് ആയതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടെ ഫൈറ്റ് ഉണ്ടായേനെ, ഫോട്ടോ കത്തിച്ചു എന്നുള്ളൊരു പേരിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ വീണ്ടും അനുമോൾ എന്താ കിച്ചണിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനീഷടുത്ത് വന്നിട്ട് അനുമോൾ ആയിട്ട് ചെറിയൊരു ഇഷ്യൂ നമ്മൾ പ്രൊമോയിൽ കണ്ടു. എന്താ പറയുക, നിന്നെ ഞാൻ കിച്ചൺ ടീമിലോട്ട് മാറ്റും, അനുമോളെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.